എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസ് കയറി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നേ ഋതുവിന്റെ ക്രൂരതയ്ക്ക് അവൾക്ക് നല്ല 8 പണി തന്നെ കിട്ടുവാണ്. ഋതുവിന്റെ അഹങ്കാരം അങ്ങ് മാനം മുട്ട് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം അവൾക്കിട്ട് നല്ല പണി സേതുവും പല്ലവി അച്ചു എല്ലാരും ചേർന്ന് കൊടുക്കുന്നുണ്ട്. അത്ര വലിയ ക്രൂരതയാണ് ഋതു കാണിച്ചു കൂട്ടിയത്. അപ്പൊ അത് പെട്ടെന്നൊന്നും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റുമല്ല ഋതു ചെയ്തേ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അച്ചുവും ശ്രീഹരിയും കൂടെ രാത്രി പുറത്തു പോയത്. അങ്ങനെ പുറത്തുപോയി കടൽ തീരത്തൊക്കെ പോയി അവർ രണ്ടുപേരും കൂടെ കുറെ സമയം ചെലവഴിക്കുന്നുണ്ട്. അച്ചുവിന് തിരികെ പോരാൻ പോലും തോന്നിയില്ല. കാരണം രാത്രിയില് ശ്രീഹരിയോടൊപ്പമുള്ള ആ യാത്ര അത് ഒത്തിരി അധികം അച്ചു ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശ്രീഹരിയോട് നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ടും അച്ചു പറഞ്ഞു, വേണ്ട ശ്രീഹരി, നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ഇരിക്കാന്ന് പറയണേ. വേണ്ട, ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ കുളവാക്കണ്ട. എങ്ങാനും ഇനിയിപ്പോ പൂർണ്ണാമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇനി ഇതിന്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നേ. അത് അമ്മേനെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ ശ്രീഹരിക്ക്. അമ്മയുടെ ഇപ്പോഴത്തെ ഈ മാറ്റമൊക്കെ ഓർത്ത് ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട. ഇതിനധികം താമസമില്ല, ഈ സ്വഭാവമൊക്കെ മാറി വരും. അല്ലെങ്കിൽ പിന്നെ സേതുവേണ്ട സ്വന്തം മാനായിട്ട് സ്നേഹിക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയുമായിരുന്നോ? ഇല്ല. നമ്മൾ കുറച്ചുനാൾ അമ്മയുടെ മുന്നിൽ നല്ല രീതിയിൽ ജീവിച്ചു കാണിച്ചാൽ മതി. അമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. ഇപ്പൊ അമ്മയ്ക്കൊരു സംശയമുണ്ട്, ശ്രീഹരിക്ക് എന്നെ പോറ്റാനായിട്ട് പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ. ശ്രീഹരി എന്നെ നോക്കുമോന്നൊക്കെ. അങ്ങനെ ശ്രീഹരി എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട. അമ്മയിൽ നിന്നല്ല, പൊന്നും മണം തറവാട് മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, എനിക്ക് സേതുവേണ്ട കാര്യത്തിലെ വിഷമം. പാവം, നമ്മൾ ഒന്നിച്ചതിന്റെ പേരില് ഇപ്പോഴും സേതുവേട്ടൻ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്നറിയാം. അത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ആ കാര്യം ഓർത്ത് ശ്രീഹരി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാം നേരെയാകുന്നേ. അധികം വൈകാതെ തന്നെ എല്ലാം നേരെയാവുമെന്ന് പറയാം. എന്നാ ശരി, നമുക്ക് പോയാലെന്ന് ചോദിക്കാം. അങ്ങനെ അവർ രണ്ടും വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് വണ്ടി താഴെ കൊണ്ട് പാർക്ക് ചെയ്ത്. അപ്പം വീട്ടിനകത്തേക്ക് പാർക്ക് ചെയ്തില്ലെന്ന് പൂർണിമയുടെ ഓർഡർ ഉണ്ട്. അപ്പൊ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവര് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് അവിടെ പല്ലവി ഇരിക്കുന്നുണ്ടായിരുന്നു. പല്ലവി ചാഹാ, രണ്ടുപേരും കൂടി ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കാം. ഞങ്ങള് പുറത്തു വരെ ഒന്ന് പോയതാ. കൊള്ളാം കൊള്ളാം, നൈറ്റ് ഡ്രൈവ് നല്ലതായിരുന്നു എന്ന് ചോദിക്കാം. ശ്രീഹരിയുടെ ഒപ്പമുള്ള യാത്രയല്ലേ, എനിക്ക് എവിടെയാണെങ്കിലും എനിക്കിഷ്ടമാണ്. പിന്നെ ശ്രീഹരിയോട് പുറത്തു പോകുമ്പോ എനിക്ക് ഒരു പ്രത്യേക സുരക്ഷിതത്വ ബോധം ഉണ്ടെന്നൊക്കെ പറയാം. പിന്നീട് അവരങ്ങനെ കുറച്ചേരം സംസാരിച്ചിരുന്നിട്ട് അകത്തേക്ക് കയറി പോവാം. ആ സമയം ഋതു ശ്രദ്ധിച്ചു അവര് വരുന്നുണ്ടോന്നൊക്കെ. അവര് വരുന്നതായിട്ട് കണ്ടു. രണ്ടും കൂടെ കയറി വരുന്നുണ്ട്. പെട്ടെന്ന് ഋതു എന്ത് ചെയ്യണം, അകത്തേക്ക് കയറി കഥക് ചാരിയിടുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം ഋതു മുമ്പ് വിളിച്ച ആ ഗുണ്ട ജയനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഓട്ടോറിക്ഷ അതെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് പറയണം. അപ്പം വലിയൊരു ക്രൂരത തന്നെയാണ് ഋതു ചെയ്യാനായിട്ട് പോകുന്നത്. പൂർണിമയുടെ ഫോണിൽ നിന്ന് ഗുണ്ട ജയന്റെ നമ്പർ എടുത്തിട്ട് അവന് പൈസ ഇട്ട് കൊടുത്തിട്ട് ഓട്ടോ കത്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. ഒരു പക്ഷെ ഓട്ടോ കത്തിക്കുകയാണെങ്കിൽ ഋതുവിന്റെ പേരില് കുറ്റം വരത്തില്ല. കാരണം പൂർണിമയാണ് വെല്ലുവിളിച്ചിരിക്കുന്ന ആള്. ഓട്ടോറിക്ഷ കത്തിക്കുന്നു ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി പുറത്തിട്ട് ഓട്ടോ കത്തിപ്പോയതിന് വേറെ ആരിലും ആയിരിക്കും ചെയ്തേ. അങ്ങനെ ഒരു ഇത് വരത്തുള്ളൂ. ഈ കുടുംബത്തിലുള്ള ആരെയും സംശയിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ അയാളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അയാൾ പറഞ്ഞു, അതല്ല ഞാൻ ഓക്കെ ആക്കാം മാഡം, ആ കാലത്ത് ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം. ഈ സമയം പല്ലവിയോ അവിടെ ആരും അറിഞ്ഞിരുന്നില്ല. കാരണം പല്ലവിക്ക് അന്ന് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ തയ്യാറാക്കാനുണ്ടായിരുന്നു. പല്ലവി അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയം മുറിയിലേക്ക് ശ്രീഹരി അച്ചും കൂടെ ചെന്നു. പിന്നീട് ശ്രീഹരി പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരി ബാത്റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം പല്ലവി നോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പുറത്ത് വലിയൊരു ഇങ്ങനെ തീ ആളുന്ന പോലെ തോന്നി പല്ലവിക്ക്. ജനലിൽ കൂടെ പല്ലവി കാണുവാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും അവിടെ ഓട്ടോ കത്തുന്നുണ്ട്. പെട്ടെന്ന് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓടിപ്പോയി സേതുവിനെ വിളിക്കുവാണ്. സേതു ഓടി വന്നു. അപ്പോഴേക്ക് ശ്രീഹരിയൊക്കെ ഓടി വരുവാണ്. ശ്രീഹരിയും അച്ചു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെല്ലുവാണ്. ശ്രീഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിപ്പോയി. ശ്രീഹരി അലറി വിളിച്ചോണ്ട് ഓടിച്ചെന്ന് ഓട്ടോ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. തീ അണയ്ക്കാൻ നോക്കുക. അതിന്റെ ഇടയ്ക്ക് എടുത്ത് ചാടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ശ്രീഹരിനെ തടഞ്ഞു നിർത്തുവാണ് സേതു. പക്ഷേങ്കിൽ സേതുവിന്റെ കൈയൊക്കെ വിടുവിച്ചിട്ട് ശ്രീഹരി ആ തീ അണയ്ക്കാണ്ട് ശ്രമിച്ചോണ്ടിരിക്കുക. അത്രയും വലിയ തീ ആളുന്നിടത്ത് എന്ത് ചെയ്യാൻ പറ്റും ശ്രീഹരിക്ക്? സേതുവും പെട്ടെന്ന് അവിടെ കണ്ട പള്ളയും കുറ്റിയെല്ലാം പറിച്ചൊന്ന് കെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ തീ ആളി കത്തിക്കൊണ്ടിരിക്കണതായതുകൊണ്ട് അവർക്കൊന്നോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം എന്നൊരവസ്ഥയായിപ്പോയി. ആ സമയം ശ്രീഹരി അതിനകത്ത് കിടന്ന് ഇങ്ങനെ തീ അണയ്ക്കാൻ നോട്ട് ശ്രീഹരിയുടെ ദേഹമൊക്കെ പൊള്ളുന്നുണ്ടപ്പത്തിനും അച്ചുവിന് സഹിച്ചില്ല. അച്ചു അലറി നിലവിളിച്ചോണ്ട് അച്ചുവും കൂടെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. അപ്പോഴേക്കും
സേതുവും പല്ലവിയും ചേർന്നിട്ട് അച്ചുവിനെ പിടിച്ചു വെച്ചേക്കുക. കാരണം അച്ചും കൂടെ ചെന്ന് അങ്ങോട്ട് ചായിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊള്ളലേറ്റ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ആവത്ത് സംഭവിക്കും. സേതു പറഞ്ഞു വേണ്ട ശ്രീഹരി, വേണ്ട, വിട്ടേക്ക്, നീ വരാനൊക്കെ പറഞ്ഞു. പക്ഷേങ്കില് സേതു പറഞ്ഞു എന്ന് ശ്രീഹരി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശ്രീഹരിയുടെ മനസ്സിൽ ആ കത്തുന്ന ഓട്ടോറിക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു സമയം കൊണ്ട് അതും കൂടെ കത്തി അമരുവാണ്. പിന്നീട് അച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി അവിടെ തളർന്നിരിക്കുന്നുണ്ട്. ശ്രീഹരിയുടെ ദേഹമല്ല അവിടെ എല്ലാം പൊള്ളിയിട്ടുണ്ട്. കാരണം ഇത് തീപ്പൊള്ളലേറ്റിട്ട് അത് കെടുത്താൻ ശ്രമിക്കുന്നതിനിടയില് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സേതുവും പല്ലവി ഓടിച്ചെന്നിട്ട് അവനെ വിളിക്കുവാണ്. ശ്രീഹരി എഴുന്നേക്കടാ എന്നെങ്കിലും പറഞ്ഞോണ്ട്. ആ സമയത്ത് ശ്രീഹരിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. സേതുവിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാണ് ശ്രീഹരി. അതുപോലെ തന്നെ അച്ചും വിങ്ങി പൊട്ടിക്കിടന്ന് കരയുവാണ്. എന്ത് ചെയ്യാനാ, എന്താണ് ചെയ്യാൻ പറ്റുമോ? ശ്രീഹരിയുടെ ആകെയുള്ളൊരു പ്രതീക്ഷ ആ ഓട്ടോറിക്ഷയായിരുന്നു. ആ ഓട്ടോറിക്ഷയും കൊണ്ട് മുന്നോട്ട് ജീവിക്കാം, അതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തനിക്ക് വെച്ചോനും ജീവിക്കാലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു. കണ്ടില്ല സേതുവേട്ട, എന്റെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ തകർന്നു കിടക്കുന്ന കണ്ടില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് എന്റെ അച്ചുവിനെ പോറ്റണ്ടേ? ഇനി എനിക്കൊരു ജോലിയില്ല, ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. നീ വിഷമിക്കില്ലെന്ന് ചോദിക്കാം. ധാരവും മനഃപൂർവ്വം ചെയ്താ, എനിക്കറിയാം സേതുവേട്ട. ഇതല്ലാതെ വെറുതെ ആരും കൊണ്ട് തീയൊന്നും എടുത്തില്ല. ഇത്രയും കാലം ഇതിനൊന്നും സംഭവിച്ചില്ല. ഒരു പോറല് പോലെ എടുക്കുന്ന അത്ര ഇതായിട്ടാ ഞാൻ നോക്കിക്കൊണ്ടേന്ന്. ഇപ്പൊ കണ്ടില്ലേ? അപ്പോഴേക്കും അച്ചു ഇന്ന് ശ്രീഹരിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പോട്ടെ ശ്രീഹരി, വിഷമിക്കാതെ നമുക്ക് വേറെ ഓട്ടോറിക്ഷ മേടിക്കാലോ. എന്ത് പരിപാടിയെ ശ്രീഹരി കാണിച്ചേ? അങ്ങോട്ടെങ്ങാനും വീണാ തീക്കാത്ത ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? എനിക്ക് പിന്നെ ആരുണ്ടായിരുന്നു? ഓട്ടോറിക്ഷ പിന്നെ നമുക്ക് വാങ്ങാലോ. പക്ഷെ ജീവൻ പോയിട്ടുണ്ടെങ്കിലോ? ഇതേടം ശ്രീഹരി പറഞ്ഞു. അതിന്റെ വിഷമം അച്ചുവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാന്നറിയോ ആ ഓട്ടോറിക്ഷ വാങ്ങിയത്? അതെന്റെ ജീവനായിരുന്നു. അതാ ഇപ്പൊ കത്തി അമരുന്നതെന്ന് പറയാണ്. പല്ലവി പറഞ്ഞു, ഇത് വെറുതെ ഒരിക്കലും കത്തില്ല, ആരോ മനഃപൂർവ്വം തീയിട്ടാണെന്ന് തോന്നിയെന്ന് പറയാം. അപ്പത്തിനും ആൾക്കാരൊക്കെ ഓടിക്കൂടി. ഈ ഒച്ചപ്പാടും വെള്ളം എല്ലാം കൂടെ കേട്ടിട്ട് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തം കത്തി അമർന്ന് ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നീട് പറഞ്ഞു, ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുക, കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറയാം. പല്ലവി പറഞ്ഞു, ഇത് മനഃപൂർവ്വം ആരാണ് ചെയ്തതാണെങ്കിലും അവരെന്താണെങ്കിലും നമ്മൾ കയ്യോടെ പിടികൂടും സേതുവേട്ട. ആ കാര്യത്തില് സേതുവേട്ടനോ ശ്രീഹരിയോ ആരും വിഷമിക്കണ്ട, നമുക്കൊരു പരാതി കൊടുക്കാം. ഇത് ഇപ്പൊ തന്നെ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാം. ഇത് കേട്ടോ അച്ചു പറഞ്ഞു, വേണ്ട, ഇനി കംപ്ലൈന്റ് ഒന്നും പോണ്ട. കാരണം ശ്രീഹരിയുടെ വിഷമം അച്ഛനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ശ്രീഹരി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ശ്രീഹരി പറഞ്ഞു, എല്ലാം ഞാൻ കാരണമാ, ഞാൻ ഈ പൊന്നുമടത്തിലേക്ക് വരാൻ പോലും പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒരുപക്ഷെ പൂർണ്ണാമ്മ പറഞ്ഞ പോലെ ഓട്ടോയ്ക്ക് തീയിടുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ? ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഒരിക്കലും പൂർണ്ണാമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. ശ്രീഹരി പറഞ്ഞു, പൂർണ്ണാമ്മ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ ഇവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീയിടുമെന്ന്. അത് ഞാൻ വീടിനോ അകത്തല്ലോ സേതുവട്ട കയറ്റിയിട്ടെ, ഞാന് ആ പൊന്നുമടത്തിന്റെ മുറ്റത്തല്ല ഇട്ടിരുന്നേ, ഞാൻ പുറത്ത് റോഡിലല്ലേ ഇട്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി വീണ്ടും കരയുവാണ്. എങ്ങനെ ആശ്വസിപ്പിക്കണം നടത്തില്ല. ശ്രീഹരിയുടെ മനോവേദന സേതുവിന് നന്നായിട്ട് മനസ്സിലാവും. കാരണം ആ ഓട്ടോറിക്ഷ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് പെട്ട പാട് ശ്രീഹരിക്ക് അറിയത്തുള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് അത് കത്തി നശിച്ചു പോയത്. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഋതു നിപ്പുണ്ടായിരുന്നു അകത്ത്. ഋതുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക പോലും ചെയ്തില്ല. ഇപ്പൊ താൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന അപകടം ഒന്ന് മനസ്സിലായി. തന്നെ സംശയിച്ചാലോ? പിന്നീട് ഒരു വിധത്തില് ശ്രീഹരിനെ കൂടെ അങ്ങോട്ട് വരുവാണ്, അകത്തേക്ക് കയറി വരുവാണ്. നമുക്ക് നാളെ രാവിലെ തന്നെ പോയി കംപ്ലൈന്റ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, വേണ്ട സേതുവേട്ടാ, ഇപ്പൊ തന്നെ നമുക്ക് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യണം, ആ രാത്രി തന്നെ അവര് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ നിരഞ്ജന മാഡം അവിടെ ഉണ്ടായിരുന്നേ. പിന്നീട് നിരഞ്ജന മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നിരഞ്ജന മാഡം ചോദിച്ചു, അല്ല ശത്രുക്കളല്ലോ ഉണ്ടായിരുന്നോ ശ്രീഹരിക്കെന്ന് ചോദിക്കാം. ശ്രീഹരി പറഞ്ഞു, ഇല്ല മാഡം, എനിക്ക് ശത്രുക്കളായിട്ട് ആരും ഇല്ലാന്ന് പറയണം. ആ സമയം അച്ചു പറഞ്ഞു, വീട്ടിലിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓട്ടോറിക്ഷ വീട്ടിൽ പാർക്ക് ചെയ്യുന്നേ ചൊല്ലി, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഓട്ടോറിക്ഷ എടുത്ത് ഇട്ടേന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെ അറിയാനായിട്ട് സാധിക്കുമല്ലോ, അവിടെ അടുത്ത പരിസരങ്ങളിലുള്ള. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ധൈര്യമായിട്ട് പോയിക്കോ, ആരിത് ചെയ്താലും അവരെ നമ്മൾ കണ്ടെത്തിയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് വന്നാലും മനസ്സ് നിറച്ച് സങ്കടമായിരുന്നു രണ്ടുപേരുടെ, അതുപോലെ തന്നെ സേതുവിന്റെ പല്ലവിയുടെയൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അച്ചു നേരെ പോയത് പൂർണ്ണമ്മയുടെ മുറിയിലേക്കാണ്. മുറിയിൽ പോയിട്ട് കഥയെ മുട്ടുവാണ്. കഥയെ മുട്ടിക്കാൻ പൂർണ്ണമ്മ എണീറ്റ് വന്നു. എനിക്ക് വന്നിട്ട് എന്താ അച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കാം. അമ്മ പറഞ്ഞ പോലെ ചെയ്തല്ലേന്ന് ചോദിക്കുക. എന്ത് ചെയ്യുന്ന അമ്മ? ഓട്ടോറിക്ഷ കത്തിക്കുമെന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഇത്രമാത്രം ക്രൂരമായ മനസ്സ് അമ്മയുടെ എനിക്ക് അറിയില്ലായിരുന്നു പറയാം. നീ എന്തൊക്കെയാ അച്ചു പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാം. വേണ്ട, ഇനിയൊന്നും പറയണ്ട എന്ന് പറഞ്ഞോണ്ട് അച്ചു കാര്യങ്ങളെല്ലാം പറയും. എല്ലാം കെട്ടിച്ചും പൂർണ്ണ പറഞ്ഞു, അച്ചു വെറുതെ പറയരുത്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. പിന്നീട് ഋതു ആണോ എന്നൊരു സംശയം പൂർണ്ണമ്മയുടെ മനസ്സിലുണ്ട്. കാരണം ഋതുവിന് അല്ലെ തന്നെ ദേഷ്യമായിരുന്നു.
ആ സമയം അച്ചു നേരെ ഋതുവിന്റെ മുറിയിലെ ഇന്ന് ഋതുവിനെ വിളിച്ചുണർത്തോണം. അപ്പൊ ഋതു കൈമറത്തി കാണിച്ചു. പിന്നെ എനിക്ക് എന്നെ ഭ്രാന്തുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യിക്കാനായിട്ട്? അതും ആ പെട്ടിയൊട്ടേഷ കത്തിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാ? വേറെ പണിയൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ സംശയത്തിന്റെ പേരിൽ ഞങ്ങളെ കുറ്റക്കാരാക്കാൻ നീ ശ്രമിക്കണ്ട. പുറത്തിട്ട് കഴിഞ്ഞപ്പത്തേനും ആരും വൈരാഗ്യക്കാര് കാണും. അനാഥ പ്രേതമായിട്ട് കിടന്ന് ഓട്ടോറിക്ഷയല്ലേ, അപ്പൊ ആർക്ക് വെള്ളം കയറി കത്തിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പുച്ഛഭാവത്തില് ശ്രീഹരിയുടെ അച്ഛനോട് സംസാരിക്കുക. ഇത് കേട്ട പല്ലേ പറഞ്ഞു, സാരമില്ല, ആരാണെങ്കിലും ഇതിന്റെ പിന്നില് അവരെ ഉറപ്പായിട്ട് പോലീസ് പൊക്കിയിരിക്കും. പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞങ്ങൾ വരുന്നേ, അധികം വൈകാതെ പോലീസ് പിടിക്കൂന്ന് പറയാം. അത് കേട്ടപ്പോ ഋതുവിന്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായി. പല്ലവി അത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഋതുവിന്റെ ഒരു പതർച്ച ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവളാണോ ഇതിന്റെ പിന്നില് എന്നൊരു ചിന്തയും കൂടെ പല്ലവിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയം പൂർണ്ണം പറഞ്ഞു, ആരാണെങ്കിലും കുഴപ്പമില്ല, കംപ്ലൈന്റ് കൊടുത്തോട്ടെ, ആരാന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് പറയാം. പിന്നീട് അന്നത്തെ രാത്രിയും കഴിഞ്ഞുപോയി. രാത്രിയിലോ ശ്രീഹരിക്കോ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ നിരഞ്ജനമാർ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തം വന്ന് പെട്രോൾ ഒഴിക്കുന്നത് കണ്ടു. അപ്പൊ അയാളുടെ ഇത് പിക്ചർ എടുത്ത് നോക്കിയപ്പോഴത്തേനും അത് ഗുണ്ടാജയന. അപ്പൊ അയാൾ നേരത്തെ നിരവധി കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള അയാളാന്ന് മനസ്സിലായി. പിന്നീട് അയാളെ പൊക്കുവാണ്. ഗുണ്ടാജയനെ പൊക്കി കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അയാളെ ചോദ്യം ചെയ്യുവാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആരാ ചെയ്യിച്ചെന്ന് വെച്ചാൽ പൂർണിമയോടാണ്. പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണറാണ്. അവരാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചതെന്നൊക്കെ പറയാം. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം നിരഞ്ജന മാഡോ പോലീസുകാരും കൂടെ പൊന്നുമടത്തിലേക്ക് വരുക. പൊന്നുമടത്തിലേക്ക് അവർ വരുന്ന സമയത്ത് പൂർണ്ണിമ മുറിയിലായിരുന്നു. അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് സേതുവും പല്ലവി അവരൊക്കെ കൂടെ ഇറങ്ങി ചെല്ലുവാണ്. എന്താ മാഡം, എന്തേലും അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഒരു പ്രധാനപ്പെട്ട വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിക്കണെന്ന് പറയണം. ചോദ്യം ചെയ്യണം? അതെ, ഇവിടെയുള്ളവർ തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും അച്ചുന്ന് ഞെട്ടി. അച്ചുവിന് മനസ്സിലായി ഒരു പക്ഷേ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണ് ഇതിന്റെ പിന്നിലെന്ന്. ഇത്രയും സമയം തന്റെ മനസ്സിലൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് പൂർണ്ണിമയുടെ അടുത്തേക്ക് നേരെ നിരഞ്ജനമാടൻ ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, നിങ്ങക്ക് ശ്രീഹരിയോട് വൈരാഗ്യം ഉണ്ടായെന്ന് ചോദിക്കാം. ശ്രീഹരിയുടെ വൈരാഗ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്റെ മോളുടെ ജീവൻ നശിപ്പിച്ച ആ കാര്യത്തില് എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടായിരുന്നു പറയണം. അതുകൊണ്ടാണോ നിങ്ങള് അവന്റെ ഓട്ടോറിക്ഷ കത്തിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തെന്ന് ചോദിക്കുക. മേഡം എന്തൊക്കെയാ പറയണേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയണം. ചെയ്യാഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണം. മാഡം കാര്യം അറിയാൻ സംസാരിക്കരുതെന്ന് പറയണം. എന്താ ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ല, തെളിവസായതുകൊണ്ട് ഗുണ്ടാജയനെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ സത്യം പറയടാ, നിന്നെ ആരെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചെന്ന് ചോദിക്കണം. പൂർണിമ എന്ന് പറയണം. പൂർണിമ ഒരു ഞെട്ടലോടുകൂടി നോക്കണം. പൂർണിമ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം. ആ സമയം ജയൻ പറഞ്ഞു, രാത്രിയിൽ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് എന്തേ ഇവരാണ്. പിന്നീട് ഫോൺ നമ്പറൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയുടെ ഫോണിൽ നിന്നാണ് കോൾ ചെന്നിരിക്കുന്നത്. പൂർണിമ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങിയായിരുന്നു പറയാണ്. അപ്പോഴേക്കും പല്ലവിക്കൊക്കെ ചെറിയ സംശയം. പല്ലവി ഓർത്ത് ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ ഋതു ആണോ? പൂർണിമ അങ്ങനെ ഒരിക്കലും ചെയ്യും തോന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള മനസ്സതിയില്ല. കാര്യം പറഞ്ഞാൽ ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നീട് പല്ലവി നിരഞ്ജനെ പതുക്കെ വിളിക്കുകയാണ്. നിരഞ്ജനെ പതുക്കെ വിളിച്ചിട്ടുണ്ട്. അതെ, പൂർണിമ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. ഒരു പക്ഷെങ്കിൽ ഇതിന്റെ പിന്നിൽ ഋതു ആണോന്ന് അറിയത്തില്ല. ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് പോയി വിളിപ്പിച്ചതാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ഋതു ആയിരിക്കും. അവളാണ് ഇങ്ങനത്തെ തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അച്ഛനെ തട്ടിക്കൊണ്ടു പോയാലൊക്കെ നാടകങ്ങളൊക്കെ നടത്തിയതാണ് കല്യാണത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു രൂപം കിട്ടി. പിന്നീട് നേരെ ചെല്ലുന്ന ഋതുവിന്റെ അടുത്തേക്കാണ്. ഋതുവിനെ ചോദ്യം ചെയ്യുക. ആദ്യം ഋതു നിഷേധിച്ചു. അവസാനം പൂർണിമ പറഞ്ഞു, സത്യം പറഞ്ഞു, എന്റെ ഫോൺ എങ്ങാനും നീ എടുത്ത് വിളിച്ചിട്ടുണ്ടോ നീക്കാണ്. അവസാനം പൂർണിമയുടെ മുന്നില് ഋതുവിന് കുറ്റം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഋതുവിനെ കർണം തീർത്ത് പൂർണിമ ഒന്ന് പൊട്ടിക്കുകയാണ്. അപ്പൊ നീ എന്നോട് ഈ ചതി ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുക. അവരോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇവര് വീട്ടിൽ താമസിക്കുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം ഋതുവിനെ കസ്റ്റഡി എടുത്ത് പോലീസ് കൊണ്ടുപോകണം. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് നിന്റെ മുഖം പോലും ഇനി കാണണ്ട, നീ ഇത്രയ്ക്ക് കൊടിയ പാവം ചെയ്യുന്നവളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയണം. ആ സമയം അച്ചു എന്നിട്ട് ഋതുവിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിച്ചിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. എന്റെ ശ്രീഹരിയുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങില്ലായിരുന്നോ? അതിന് പാവ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിക്കേണ്ട കാര്യം നിനക്ക് ഉണ്ടായിരുന്നോടി എന്നൊക്കെ പറയണം. എന്നും പറഞ്ഞോണ്ട് അവളുടെ അടുത്ത കവിളത്തോടെ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി കയറി തടഞ്ഞു. വേണ്ട അച്ചു, മതിയെന്ന് പറഞ്ഞു തടയുവാണ്. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, പോട്ടെ അച്ചു എന്നും പറഞ്ഞിട്ട് അച്ചുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഋതുവിനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. നല്ല പണി തന്നെയാണ് ഋതുവിന് കിട്ടിയിരിക്കുന്നത്. ഋതു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പൂർണിമയുടെ തലയിലെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാന്ന് കരുതിയിരുന്ന. പക്ഷെ
കള്ളത്തരങ്ങളൊക്കെ പല്ലവി എല്ലാരും കൂടെ ചേർന്നിട്ട് കയ്യോടെ പിടികൂടുകയാണ്. അപ്പൊ ഋതുവിന്റെ അഹങ്കാരത്തിന് കുറച്ചൊരു ശമനമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്ന അടുത്ത ആഴ്ച. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന് ശേഷം ആദർശിന്റെ, നയനയുടെ, ബാലന്റെയും ഗോമതിയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ അതും കൂടെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.